വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താനുള്ള ഒരുക്കത്തിലാണ് ബി.ജെ.പി. ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് നമ്മോടൊപ്പമുള്ളത്. ആദ്യ ചോദ്യം തന്നെ, അങ്ങ് തിരുവല്ല മത്സരിക്കുമെന്ന് ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്, ശരിയാണോ? നോക്കൂ, നമ്മുടെ പാർട്ടിയുടെ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത് വളരെ കളക്റ്റീവായിട്ടാണ്. അത് പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റി ചേരും, പിന്നെ കേന്ദ്ര നേതൃത്വം അവരെല്ലാം കൂടെ ചേർന്നാണ് ആ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. തിരുവല്ല ഉൾപ്പെടെയുള്ള പത്തനംതിട്ടയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു മാറ്റം കൃത്യമായി ഉറ്റുനോക്കുന്നുണ്ട് ജനങ്ങൾ. ഒരു വികസിത കേരളത്തിനൊപ്പം വികസിത തിരുവല്ലയും വികസിത ആറന്മുളയൊക്കെ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ഉതകുന്ന രീതിയിലുള്ള മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും ഇത്തവണ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ജനങ്ങളുടെ നേതാവായി നിൽക്കാനാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇലക്ഷനിൽ മത്സരിക്കണമെന്നൊക്കെ തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. പക്ഷേ ഏത് സീറ്റിൽ എപ്പോൾ മത്സരിക്കണമെന്നുള്ള തീരുമാനമൊക്കെ കൃത്യമായിട്ട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പറയും, സംസ്ഥാന നേതൃത്വം പറയും. ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം തന്നെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണ എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾക്ക് നല്ല സാധ്യതയാണ് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും വരുന്നത്, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് ആറന്മുളയിലും അതുപോലെ തന്നെ ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ആറന്മുളയിലും മത്സരിക്കുക. കഴിഞ്ഞ തവണ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് 28,000-ഓളം വോട്ടാണ് ലഭിച്ചത്. അതിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ 50,000-ലധികം വോട്ടുകൾ ആ മണ്ഡലത്തിൽ നിന്ന് മാത്രം നേടിയിരുന്നു. ഒരു ഇടിവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരുന്നു. ഇക്കുറി എങ്ങനെയായിരിക്കും അത്? ഇക്കുറി വളരെ നേരത്തെ തന്നെ ബി.ജെ.പി. എല്ലാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു പൊതു അന്തരീക്ഷത്തിൽ അവിടെ ആറന്മുളയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഏതൊരു ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെയുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കുറവുകൾ എന്തുകൊണ്ടുണ്ടായി എന്നൊക്കെ ബി.ജെ.പി. നേതൃത്വം കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു കുറവുമില്ലാതെ വളരെയേറെ മുന്നേറ്റം ഉണ്ടാക്കാനും അതിനപ്പുറത്ത് വിജയമുണ്ടാക്കാനും ഇപ്രാവശ്യത്തെ ബി.ജെ.പിയുടെ ലക്ഷ്യം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വിജയിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എല്ലായിടത്തും ആരംഭിച്ചു കഴിഞ്ഞു. കോന്നിയിൽ എങ്ങനെയാണ് എൻ.ഡി.എയുടെ സാധ്യത? എൻ.ഡി.എക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു മണ്ഡലം കൂടിയാണ് കോന്നി. കഴിഞ്ഞ സുരേന്ദ്രൻജി മത്സരിച്ച പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടക്കം നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ്. ഈ പ്രാവശ്യം എൻ.ഡി.എയോടൊപ്പം തന്നെ കോന്നി മണ്ഡലം നിൽക്കുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതീക്ഷ. സംസ്ഥാനത്ത് ഇക്കുറി എത്ര സീറ്റ് വരെ എൻ.ഡി.എക്ക് ലഭിക്കും? അങ്ങനെ എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താണ്? ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ കണക്കുകളിലേക്കും നമ്പറിലേക്കൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കിടക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും പലരും ഞങ്ങൾ പറയുന്നതിനെ വിശ്വസിച്ചില്ല. തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്തൊരു മികച്ച വിജയം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്തവണ നിരവധി സീറ്റുകൾ വിജയിച്ചുകൂടാ? ഞങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളും നല്ല രീതിയിൽ വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലങ്ങളാണ്. നല്ല പ്രവർത്തകരുള്ള സ്ഥലമാണ്, നല്ല പ്രവർത്തനമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് തിരുവല്ല ജയിച്ചുകൂടാ? എന്തുകൊണ്ട് ആറന്മുള ജയിച്ചുകൂടാ? എന്തുകൊണ്ട് കോന്നി ജയിച്ചുകൂടാ? അതിന് മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് നേരത്തെ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് തിരുവല്ല മത്സരിച്ചുകൂടാ? അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു നല്ല പ്രകടനം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെക്കും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സീറ്റുകളെല്ലാം ഇത്തവണ ബി.ജെ.പി. ജയിക്കും. ഏതായാലും ബി.ജെ.പി. നേതൃത്വം വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. അതിനുള്ള പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് ജയിച്ചുകൂടാ ഓരോ മണ്ഡലത്തിലും എന്ന ചോദ്യം തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം തിരിച്ച് ചോദിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.